ഹലോ. അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ ഒരു വരവുണ്ടല്ലോ, നമ്മുടെ 2-3 വർഷം മുന്നേ ഉള്ളൊരു വീഡിയോ കേട്ടോ. അത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് മാറുന്നതിൻ്റെ മുമ്പ് എടുത്തൊരു വീഡിയോ ആയിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലിടാനോ അല്ലെങ്കിൽ ഇവരെയൊക്കെ വളർന്നു വരുന്ന ഓരോ കാര്യങ്ങൾ പിന്നേക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത വീഡിയോസാണ്. പക്ഷേ എനിക്ക് യൂട്യൂബിലിടാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം അതെന്തോ കാരണം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഫോണിൽ എത്ര നോക്കിയിട്ടും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പെൻഡ്രൈവ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തുണ്ട് ഈ വീഡിയോസൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട്, കാരണം ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ വീണ്ടും അത് പൊടി തപ്പിയെടുത്ത് യൂട്യൂബിലിടാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് സുഭാഷ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസാട്ടോ അത്. അപ്പോൾ അവനെയും കൊണ്ട് പാർക്കിൽ പോയി. അപ്പോൾ അവനൊരു ആ സമയത്തൊക്കെ എനിക്കറിയില്ല, എനിക്കിപ്പോൾ അവൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ ഒത്തിരി ചേഞ്ചായി അവൻ്റെ ഫേസൊക്കെ. അപ്പം നമുക്കത് അവരിങ്ങനെ വളർന്നു വരുന്ന ഓരോ ഭാഗങ്ങൾ നമുക്ക് പിന്നെ പിന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പോവാഞ്ഞത്, പോയപ്പോൾ ഒത്തിരി വിഷമിച്ചു. ഇപ്പോൾ പോവാണ്ടിരുന്ന എത്ര ഭാഗ്യം, നമുക്ക് പിന്നെയും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞങ്ങളത് കഴിഞ്ഞ്. പക്ഷെ അവന് പേടിയായിരുന്നു പാർക്കിലൊക്കെ ഇങ്ങനെ ഉയരത്തിൽ കയറ്റിയിരുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവനിച്ചിട്ട് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ. പാർക്കിൽ വന്ന് നമ്മൾ ഈ സ്ലൈഡിലൊക്കെ അവനെ ഇരുത്തുമ്പോൾ അവനെ അത് ഊർന്നിറങ്ങാനും ഭയങ്കര പേടിയും. അവൻ പിടിച്ച സൈഡിൽ പിടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കൈകൊട്ടാനൊക്കെ പറഞ്ഞു. അവൻ അപ്പോഴെങ്കിൽ ഊർന്ന് പോരട്ടെ നോത്തു. പക്ഷെ ആ പോകാനില്ലായിരുന്നു, ഭയങ്കര സ്ലിപ്പായി പോകുന്നില്ല, അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കുക. പിന്നെ അവൻ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കൈ കൊണ്ടും കാലോണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് ഇറങ്ങി പോന്നു. നമ്മൾ കലൂരുള്ള സമയത്ത് മിക്കപ്പോഴും വരേണ്ട സ്ഥലമാട്ടെ ഇത്. കുറേ നേരം ഇവിടെ ഇരിക്കാനും കുറേ സമയങ്ങൾ ഞങ്ങൾ വരാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വീഡിയോ എടുക്കാറില്ല. വരിക പോവുക, അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോവുക എന്നല്ലാണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനൊക്കെ ഇരിക്കാമെന്നല്ലാണ്ട് നമ്മളങ്ങനെ വീഡിയോസ് എടുക്കൽ പൊതുവെ കുറവായിരുന്നു. ഇന്ന് പോയ സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. എറണാകുളം പോലത്തെ ഒരു മെട്രോ സിറ്റിയിൽ ഇപ്പം നമ്മൾ ഓരോ തവണ പോകുമ്പോഴും ഓരോരോ മാറ്റങ്ങളാണ് നമ്മൾ എറണാകുളത്ത് കാണുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെയെല്ലാം ഭയങ്കര വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ കുറേ മരങ്ങളും കുറേ അതിന് വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ വെച്ചിരിക്കണ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം. ഇന്നത്തെ കാലത്ത് പരസ്പരം സംസാരം വളരെ കുറവല്ലേ. അത് പിന്നെ അടുത്തുള്ളവരാവട്ടെ കുറച്ച് അകലെയുള്ളവരാവട്ടെ ആരുമാണെങ്കിലും നമുക്ക് പരസ്പരം സംസാരിച്ചിരിക്കാനുള്ള സമയമില്ല. അതാരുടെയും തെറ്റല്ല. നമ്മുടെ ഇപ്പോൾ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റൂമിലിരിക്കുവാണെങ്കിൽ നമ്മൾ ആ റൂമിൽ ഫോണായിട്ട് പോകും. അപ്പം നമുക്ക് മറ്റുള്ളവരേക്ക് ഇറങ്ങാനുള്ള ഒരു സമയമില്ല. ഇവിടേക്ക് വരുമ്പോൾ മിക്ക ആൾക്കാരും ഒന്ന് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. അപ്പം കൂടുതൽ പേരും ഫോണൊക്കെ അവോയ്ഡ് ചെയ്ത് കുറച്ചൊന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ അങ്ങനെയൊക്കെ കുറേ പേര് ഉറങ്ങുന്നവരുണ്ട്, കുറേ ഫോട്ടോസ് എടുക്കുന്നവരുണ്ട്, കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കാലം പോണതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊക്കെ നിലനിന്ന് പോകുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്.